ഒരു പെൺകുട്ടി മൃഗീയമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവളുടെ നിലവിളി കേൾക്കാത്ത ദൈവം നമ്മൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ മറുപടി പറയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ലോജിക്കലായി തോന്നിയേക്കാം, പക്ഷേ കെയർഫുൾ ആയിട്ട് നോക്കിയാൽ ഇസ്ലാമിൽ അള്ളാഹു ഒരാൾക്കും ഈ ദുനിയാവിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഉറപ്പ് നൽകുന്നില്ല. ഈ ഒരു ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പേടിയുടെയും ബുദ്ധിമുട്ട് കൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ആക്രമക്കാരിയുടെ കൂടെ അള്ളാഹു സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അർത്ഥം. അതിനർത്ഥം അള്ളാഹു ഈ ദുനിയാവിൽ ഓരോ മനുഷ്യനും തെറ്റിന്റെയും ശരിയുടെയും ഇടയിൽ, ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ, നീതിയുടെയും അനീതിയുടെയും ഇടയിൽ അള്ളാഹു അത് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ അള്ളാഹുവിന്റെ റസൂലായ നബിതങ്ങൾ പോലും ഈ ദുനിയാവിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. നബിതങ്ങൾ ത്വായിഫിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോര പൊട്ടി ഒലിക്കുന്നത് വരെ കുട്ടികൾ കല്ലെറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നബിതങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗമാണ്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികളുടെ പ്രവർത്തികളെ തൊട്ട് അള്ളാഹു ഒരിക്കലും അശ്രദ്ധവാനാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ദുനിയാവിൽ അനീതി നിലനിൽക്കുന്നുണ്ടാവാം, പക്ഷേ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരിക്കലും നീതി നഷ്ടപ്പെടുകയില്ല.